പടം തിയേറ്റർ മസ്റ്റ് വാച്ച് ഓണം തൂക്കിയെന്ന് തന്നെ പറയാം. ഈ പടം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ നിൽക്കണ്ട അതിന്റെ ഹൈപ്പ് ഓർമ്മ മാറിയില്ല. പടം വേറെ ലെവല്. ഇങ്ങനത്തെ ഒരു സാധനം സ്റ്റഫ് കയ്യിൽ വെച്ചിട്ടാണ് ഓളി എന്നിട്ട് ഒരു രക്ഷയില്ല, വേറെ ലെവല്. മലയാള സിനിമയുടെ തലവര ദുൽഖർ സൽമാൻ മാറ്റി. ഒന്നും പറയല്ലേ, നിങ്ങൾ പോയി കാണണം, എല്ലാരും കാണണം. ഈ സൂപ്പർ ഹീറോ സബ്ജക്ട് ഇടണമെന്ന എല്ലാരും ഇത് കട വെച്ചിട്ട് ഒരാളെ കാണിക്കും. അയാളെ കാണിക്കുന്നത് തൊട്ട് പടം പിന്നെ ഒരു കേരളം അടിപൊളി, നല്ല മേക്കിംഗ് ആയിരുന്നു. ട്രെയിലറൊക്കെ വന്നപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അത്ര ഒരു ആവശ്യത്തിനുണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഒരു അത്യാവശ്യത്തിനൊരു കോമഡി സീൻസ് കുറച്ച്, പിന്നെ സിനിമാറ്റോഗ്രാഫി മേക്കിംഗ് ഒക്കെ അടിപൊളി, വേറെ ലെവല്. വിഷയം പടം ഒന്നും പറയാനില്ല. വിഷയം മേക്കിംഗ് ആർട്ട് ഒരു രക്ഷയില്ല. എനിക്ക് ഒന്നും പറയാനില്ല, നിങ്ങൾ പോയി കാണണം, എല്ലാരും കാണണം. ഈ സൂപ്പർ ഹീറോ സബ്ജക്ട് ഇടണമെന്ന എല്ലാരും ഇത് കാണണം. മലയാളത്തിൽ അങ്ങനെ പറയാം തന്നെ, അങ്ങനെ അത് തന്നെ. പിന്നെ കിടിലൻ ക്യാമിയോ ഉണ്ട് കേട്ടോ. ക്യാമിയോ അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ക്യാമിയോകളുണ്ട്. നല്ല രസവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പടം. എന്തായാലും ഫോണിലൊന്നും കണ്ടുകഴിഞ്ഞാൽ കിട്ടൂല. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ഈ പടത്തിന് വന്നത്, ഒട്ടും പ്രതീക്ഷയില്ല. ഇത്രയും വലിയ സാധനവും ഡൊമിനിക്കരും അങ്ങനെ മുമ്പത്തെ പടം തരംഗമാണ്. തരംഗത്തിൽ പൊതുവെ എനിക്ക് ആകെപ്പാടെ എഴുതുന്നതെന്ന് വെച്ചാൽ ഒരു ഡയറക്ടർ മുമ്പത്തെ പടം അധികം ഫേമസ് ആവാതെ സെക്കൻഡ് പടം വെച്ചിട്ട് കയറും. എൻ്റെ പൊന്നു ഇങ്ങനത്തെ ഒരു സാധനം സ്റ്റഫ് കയ്യിൽ വെച്ചിട്ടാണ് ഓളി എന്നിട്ട് ഒരു രക്ഷയില്ല, വേറെ ലെവല്. സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് ഉണ്ട്, ആ ഒരു പോയിന്റിൽ കുറച്ച് ക്യാമിയോസിനെ കുറച്ച് ഗാനങ്ങൾ കാണിക്കുന്നു. അവിടെ വെച്ചിട്ട് ഒരാളെ കാണിക്കും, അയാളെ കാണിക്കുന്നത് തൊട്ട് പടം പിന്നെ ഒരു കേരളം. പിന്നെ സാൻഡി മാസ്റ്റർ കിടിലി വരും. അങ്ങനെ ആ ഒരു വില്യൻ മറ്റേ ലിയോയിൽ കാണിച്ചാൽ കഥ ചോക്ലേറ്റ് കോഫി, ആ ഒരു രീതി, ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അത് ഈ പടത്തിന് ആവശ്യമായിരുന്നു. അത് വർക്കായിട്ടുണ്ട്. ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണോ? നല്ല മേക്കിംഗ്, ബോളിവുഡ് വെച്ചുമ്പോൾ നല്ല മികച്ച മേക്കിംഗ് ആണ്. സെറ്റ് പടം തിയേറ്റർ മസ്റ്റ് വാച്ച്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഫുള്ള് ഗൂസ് ബംസ് ആണ്. കിടിലം ഫൈറ്റ് എല്ലാം കിടിലം. കുറെ സർപ്രൈസസ് ഉണ്ട്, പോസ്റ്റ് ക്രെഡിറ്റ്സ് ഉണ്ട്, എല്ലാം കാണുക. സർപ്രൈസസ് ആണ്. ക്ലൈമാക്സിലെ ക്യാമിയോസ് ഒക്കെ എങ്ങനെയുണ്ട്? സെറ്റാണ്, സൂപ്പറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ കിട്ടു പടം. സെറ്റ് പടം തിയേറ്റർ മസ്റ്റ് വാച്ച് ഓണം തൂക്കിയെന്ന് തന്നെ പറയാം. ഈ പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. വിഷയം പടം ഹോളിവുഡിൽ ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ഒരു മലയാളം പടമാണെന്ന് കണ്ടാ പറയില്ല. ക്യാമിയോസ് ഒക്കെ കൊള്ളാം, നല്ല സീൻസ്. ക്യാമിയോസ് നമ്മൾ വിചാരിച്ചില്ല. ഇന്നൊരു സെക്കൻഡ് പാർട്ടും ഉണ്ട്, അതൊക്കെ ഫൈനൽ സ്കോർ കാണിക്കുന്നുണ്ട്. വിഷയം സാധനം സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവലിൽ. ഫസ്റ്റ് സെക്കൻഡ് എല്ലാം പോയി. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ തലവര ദുൽഖർ സൽമാൻ മാറ്റി. നമുക്ക് ഒരേ ഒരു ദുൽഖറേ ഉള്ളൂ എന്ന് വേണം എടുത്ത് പറയാൻ. കാരണം ഇങ്ങനൊരു ലെവലിൽ മലയാള സിനിമയിൽ ഈ ഒരു പടം ചരിത്രത്തിലാദ്യമാണ്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഇംഗ്ലീഷിൽ അവതരിച്ചില്ല, നമ്മൾ ഹോളിവുഡ് പടങ്ങൾ കാണൂലേ, ഇത് മലയാള സിനിമയാണെന്ന് തോന്നിപ്പോകൂല. മോളിവുഡിന്റെ ഒരു മാതൃകയാവെന്ന് ചോദിച്ചാൽ മാതൃകയായി. ദുൽഖറേ ഉള്ളൂ, ബാക്കിയുള്ളവർ പറയും പോലെ അല്ല. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് പടം തന്നെ. ഓണം തൂക്കി, വേറെ ഒന്നും എടുത്ത് പറയാനില്ല. കല്യാണിയാണെങ്കിൽ കല്യാണിയുടെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിൽ എടുത്ത് പറയാൻ എല്ലാ സീനും ഒന്നിനൊന്നും മിച്ചമാണ്. ഗസ്ട്രോളും കാര്യങ്ങളെല്ലാം പടം കണ്ടേ മനസ്സിലാക്കി. ഞാൻ പറയുകയാണെങ്കിൽ പടം കാണേണ്ട ആവശ്യമില്ല, അത് സ്പോയിലറായി പോകും. 100% പടം കാണാൻ പറ്റിയ പടമാണ്. ഒരു എപ്പിക് യൂണിവേഴ്സിനുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരു ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. ടോപ്പാണ് ബ്രോ, അടിപൊളിയായിട്ട് നല്ല ഒരു ഈ പറഞ്ഞ പോലെ എപ്പിക് യൂണിവേഴ്സിനുള്ള ഒരു തുടക്കം. തിയേറ്ററിക്കൽ സ്റ്റഫാണ്. ഈ പറഞ്ഞ പോലെ അവരുടെ ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഒരുപാട് ക്യാരക്ടർ റിവീൽസ് ഇനി വരും ഈ പറഞ്ഞ പോലെ സ്റ്റേജസിൽ വരാനുണ്ട്. അല്ല അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര സൂപ്പറായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനെക്കാളും വേറെ ലെവലിൽ ഐറ്റം കിട്ടിയത് സത്യം. ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് ബേസ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ബേസ് എല്ലാവരും അടിപൊളിയായിരുന്നു. ക്യാമിയോസ് എങ്ങനെയുണ്ട്? ക്യാമിയോസ് നിങ്ങൾ സിനിമ ആണ്. കിടിലം പടമായിരുന്നു. പിന്നെ അവസാനത്തെ ക്യാമിയാണ് നെട്ടിച്ചത്. പിന്നെ ഓവറോൾ നൈസ്. ഒരു മലയാളം പടം കണ്ട പോലെ തോന്നുന്നില്ല. പക്ക ഒരു ഹോളിവുഡ് ടച്ചാണ്.